യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി. ജർമ്മനിക്ക് ഫ്രാൻസോ ബ്രിട്ടനോ പോലെ സ്വന്തമായ ഒരു ബൗണ്ടറി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു യൂണിഫിക്കേഷൻ അവിടെ സാധ്യമല്ലായിരുന്നു. ജർമ്മനി എന്ന് അന്ന് പറയുന്നത് 314 കുഞ്ഞ് സ്റ്റേറ്റുകളും പ്രഷ്യയും ഓസ്ട്രിയയും ചേർന്നതായിരുന്നു. പ്രഷ്യയും ഓസ്ട്രിയയും അത്യാവശ്യം വലിയ 2 സ്റ്റേറ്റുകളായിരുന്നു. ഈ 314 കുഞ്ഞ് സ്റ്റേറ്റുകളിൽ ഹോളി റോമൻ എംപയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രധാന വാക്കെന്ന് പറയുന്നത് പോപ്പിൻ്റേതായിരുന്നു. ജർമ്മൻ യൂണിഫിക്കേഷന് 2 തടസ്സങ്ങളുണ്ടായിരുന്നു. ആദ്യത്തേത്, ഹോളി റോമൻ എംപയർ ജർമ്മൻ സ്പീക്കിംഗ് സ്റ്റേറ്റ്സിനെയും ജർമ്മൻ നാഷണലിസത്തിനെയും ഒരുമിച്ച് വരാൻ സമ്മതിച്ചിരുന്നില്ല. രണ്ടാമത്തേത്, അവിടെ റിലീജിയസും കൾച്ചറലുമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കൾച്ചറൽ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ജർമ്മനിയുടെ വെസ്റ്റിൽ ഫ്രാൻസും ഈസ്റ്റിൽ റഷ്യ, പോളണ്ട് അങ്ങനെ കുറച്ച് രാജ്യങ്ങളുമായിരുന്നു. അതുകൊണ്ട് തന്നെ വെസ്റ്റ് സൈഡിൽ ഒരു ഫ്രഞ്ച് ഇൻഫ്ലുവൻസും ഈസ്റ്റ് സൈഡിൽ ഒരു സ്ലാവിക് ഇൻഫ്ലുവൻസും ഉണ്ടായിരുന്നു. ഈ 2 ഇൻഫ്ലുവൻസും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ 2 സൈഡും ഒരുമിച്ച് ചേർത്തില്ലായിരുന്നു. റിലീജിയസ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ ജർമ്മനിയുടെ നോർത്തിൽ പ്രൊട്ടസ്റ്റന്റ് സ്റ്റേറ്റ്സുകളും സൗത്തിൽ കാത്തോലിക് സ്റ്റേറ്റ്സുകളുമായിരുന്നു. അത് രണ്ടും ഒരുമിച്ച് ചേർത്തില്ലായിരുന്നു. ഇത് മാത്രമല്ല, അവിടെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ കൂടെ ഉണ്ടായിരുന്നു. അതായത് ഈ ജർമ്മനിയുടെ നോർത്ത് സൈഡിലായിരുന്നു പ്രഷ്യ. അതുകൊണ്ട് തന്നെ പ്രഷ്യയിൽ പ്രൊട്ടസ്റ്റൻ്റ് ആയിരുന്നു. ആൻഡ് സൗത്തിൽ ഓസ്ട്രിയ ആയിരുന്നു, ഓസ്ട്രിയയിലെ കാത്തോലിക്സ്. ഓസ്ട്രിയയിൽ നിന്ന് ഹാബ്സ്ബർഗ് എംപയർ ആയിരുന്നു. ഈ പ്രഷ്യയും ഓസ്ട്രിയയും കൂടിയായിരുന്നു മേജറായിട്ടുള്ള ജർമ്മൻ സ്പീക്കിംഗ് ഏരിയ കൺട്രോൾ ചെയ്തിരുന്നത്. അപ്പോൾ ഇങ്ങനെയെല്ലാം പ്രശ്നമുള്ളപ്പോൾ പിന്നെ എങ്ങനെയാണ് യൂണിഫിക്കേഷൻ സംഭവിച്ചത്? അവിടെ യൂണിഫിക്കേഷന് ആദ്യം വഴിയൊരുക്കുന്നത് നെപ്പോളിയനാണ്, നെപ്പോളിയൻ ബോണപ്പാർട്ട്. 1805 മുതൽ 1815 വരെ, അതായത് ബാറ്റിൽ ഓഫ് വാട്ടർലൂ വരെ നെപ്പോളിയനിക് വാർസ് ഉണ്ടായിരുന്നു. അതിലൊക്കെ വിജയിച്ചതുകൊണ്ട് തന്നെ നെപ്പോളിയൻ്റെ നല്ലൊരു ഇൻഫ്ലുവൻസ് ജർമ്മനിയിലുണ്ടായിരുന്നു. അഗ്രസീവായിട്ടുള്ള നെപ്പോളിയനും ഫ്രഞ്ച് റവല്യൂഷനും ഫ്രഞ്ച് കൾച്ചർ ജർമ്മനിയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. ഇതിൻ്റെ ഭാഗമായി തന്നെ ജർമ്മനിയിൽ ഒരു കൾച്ചറൽ സിന്തസിസ് ഉണ്ടാകുന്നു. അതായത് അവിടെ ഒരു ജർമ്മൻ ലാംഗ്വേജ് ക്രിസ്റ്റലൈസേഷൻ ഉണ്ടാകുന്നു. ആൻഡ് അവിടുത്തെ ഒരുപാട് റീജിയൻസ് ഫെസ്റ്റിവലും മറ്റും വെച്ച് ഒന്നാകുന്നു അവിടെ. പക്ഷെ അപ്പോഴും ഒന്നാകാൻ വേണ്ടിയിട്ട് ഒരു പൊളിറ്റിക്കൽ വിൽ അവിടെ ഇല്ലായിരുന്നു. കാരണം ഓസ്ട്രിയയും പ്രഷ്യയും ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയിട്ട് നെപ്പോളിയൻ ഈ 314 കുഞ്ഞ് സ്റ്റേറ്റുകളെ 39 ചെറുതും വലുതുമായ ജർമ്മൻ സ്റ്റേറ്റുകളാക്കി ഡിവൈഡ് ചെയ്തു. ഇതിനെ അദ്ദേഹം കോൺഫെഡറേഷൻ ഓഫ് റൈൻ എന്ന് വിളിച്ചു ഇൻ 1806. ഇതായിരുന്നു ആദ്യത്തെ റുഡിമെൻ്ററി ജർമ്മൻ സ്റ്റേറ്റ്. അതേസമയം തന്നെ പ്രഷ്യയെയും ഓസ്ട്രിയയെയും നെപ്പോളിയൻ വാറിൽ തോൽപ്പിച്ചതുകൊണ്ട് അവരുടെ സൈഡിൽ നിന്നും ഒരു ഇഷ്യൂ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ 6-7 വർഷം അവിടെ ഒരു സ്റ്റെബിലിറ്റി നിലനിന്നു. 1815 നെപ്പോളിയൻ്റെ ഡിഫീറ്റിന് ശേഷം അവിടെ ഒരു കോൺഗ്രസ് ഓഫ് വിയന്ന ഫോം ചെയ്യുന്നു. അതായത് അന്ന് വിക്ടേഴ്സ് ആയിട്ടുള്ള പവറെല്ലാം ഒരുമിച്ച് ചേർന്നതാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്. അതായത് ഓസ്ട്രിയ, പ്രഷ്യ, റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നതാണ് ഈ കോൺഗ്രസ്. ജർമ്മനി ഇനി എന്ത് ചെയ്യാമെന്ന ചോദ്യത്തിന് അവർ മെറ്റേണിറ്റ് സിസ്റ്റം എന്നൊരു സിസ്റ്റം കൊണ്ടുവരുന്നു. അന്ന് ഓസ്ട്രിയയിലുണ്ടായിരുന്ന ഒരു ഓഫീസറായിരുന്നു ക്ലെമൻസ് വോൺ മെറ്റേണിച്ച്. അദ്ദേഹം കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ് മെറ്റേണിറ്റ് സിസ്റ്റം. 2 കാര്യങ്ങൾ ഉറപ്പുവരുത്താനായിരുന്നു മെറ്റേണിറ്റ് സിസ്റ്റം ശ്രമിച്ചിരുന്നത്. ആദ്യത്തേത്, ഫ്രാൻസിൽ വന്ന നാഷണലിസം ആൻഡ് ഫ്രഞ്ച് റവല്യൂഷൻ ലൈക്ക് മൂവ്മെൻറ്റ്സ് ജർമ്മനിയിൽ വരാതിരിക്കുക. രണ്ടാമത്തേത്, ബാലൻസ് ഓഫ് പവർ ആൻഡ് ടു പ്രിസർവ് മൊണാർക്കി. അതിനായി നെപ്പോളിയൻ അഡ്മിനിസ്ട്രേഷൻ്റെ കൺവീനിയൻസിന് വേണ്ടി ഉണ്ടാക്കിയിരുന്ന കോൺഫെഡറേഷൻ ഓഫ് റൈൻ അവർ എക്സ്പാൻഡ് ചെയ്ത് അതിനെ ജർമ്മൻ കോൺഫെഡറേഷൻ ആക്കി റീഡ്രോ ചെയ്തു. പക്ഷേ ഈ എക്സ്പാൻഷനായി പ്രഷ്യയുടെയും ഓസ്ട്രിയയുടെയും ഒരുപാട് ഏരിയാസ് അവർക്ക് നഷ്ടമായി. ഏറ്റവും കൂടുതൽ ഏരിയാസ് നഷ്ടപ്പെട്ടത് പ്രഷ്യയ്ക്കായിരുന്നു. മെറ്റേണിച്ച് ഓസ്ട്രിയക്കാരനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഓസ്ട്രിയയ്ക്ക് കുറച്ച് ഭാഗം മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. മാത്രമല്ല, ഈ ഒരു ജർമ്മൻ കോൺഫെഡറേഷന് പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തത് ഓസ്ട്രിയയും വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തത് പ്രഷ്യയുമായിരുന്നു. പക്ഷേ ഒരുപാട് ഏരിയസ് നഷ്ടപ്പെട്ടത് പ്രഷ്യയ്ക്ക് ആയതുകൊണ്ട് തന്നെ പ്രഷ്യയ്ക്ക് ഇതൊട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പോൾ പ്രഷ്യ ഓസ്ട്രിയ റൈവൽറി അവിടെ ഇൻക്രീസ് ചെയ്തു. പ്രഷ്യയും ഓസ്ട്രിയയും ഈ 39 മെമ്പർ സ്റ്റേറ്റും അടങ്ങുന്നതായിരുന്നു ഇപ്പോഴത്തെ ജർമ്മൻ കോൺഫെഡറേഷൻ. ജർമ്മൻ കോൺഫെഡറേഷനിൽ പ്രഷ്യയുടെ പവർ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് ഓസ്ട്രിയയെ ഒഴിവാക്കിക്കൊണ്ട്
ജർമ്മനി യൂണിഫൈ ചെയ്യണമെന്നായിരുന്നു പ്രഷ്യയുടെ ആഗ്രഹം. അതിനായി സോൾവറിൻ എന്ന് പറയുന്ന ഒരു കസ്റ്റംസ് യൂണിയൻ പ്രഷ്യ ഈ 39 സ്റ്റേറ്റുകളുടെ കൂടെ ചേർന്ന് ഫോം ചെയ്യുന്നു, ഓസ്ട്രിയയെ ഒഴിവാക്കിക്കൊണ്ട്. ട്രേഡ് ബാരിയേഴ്സ് എല്ലാം റിമൂവ് ചെയ്തുകൊണ്ട് സീറോ ഓഫ് താരിഫിലൂടെ ഇന്റേണൽ ട്രേഡ് സിംപ്ലർ ആക്കാൻ വേണ്ടിയായിരുന്നു സോൾവറിൻ എന്ന കസ്റ്റംസ് യൂണിയൻ ഫോം ചെയ്തത്. ഓസ്ട്രിയയിൽ ഒരുപാട് ഇൻഡസ്ട്രീസ് ഉള്ളതുകൊണ്ട് തന്നെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഓസ്ട്രിയ ഹൈ താരിഫ് ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ സോൾവറിൽ ജോയിൻ ചെയ്യില്ലായിരുന്നു. ജർമ്മൻ പീപ്പിളിനെ ഓസ്ട്രിയ കെയർ ചെയ്തിരുന്നില്ല എന്ന് പറഞ്ഞ് അവരെ എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടിയാണ് സോൾവറിൻ എന്നൊരു കസ്റ്റംസ് യൂണിയൻ പ്രഷ്യ കൊണ്ടുവന്നത്. 1848 ഈ മെറ്റേണൽ സിസ്റ്റത്തിനെതിരെയായ ഒരു തരംഗം അവിടെ ഉണ്ടാകുന്നു. അതാണ് റെവല്യൂഷൻ ഓഫ് 1848. അങ്ങനെ അവിടെ ഒരു ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റ് ഫോം ചെയ്യുന്നു. അവിടുത്തെ ടീച്ചേഴ്സും പ്രൊഫഷണൽസും സ്റ്റുഡൻസും എല്ലാവരും കൂടി ചേർന്ന് ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റ് ഉണ്ടായി. അവരൊരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ ജർമ്മനിക്ക് വേണ്ടി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. 2 കൺസെപ്റ്റായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആദ്യത്തേത് ഗ്രേറ്റർ ജർമ്മനി, അതായത് ഈ പ്രഷ്യയും 39 സ്റ്റേറ്റുകളും ഓസ്ട്രിയയും അടങ്ങുന്നതായിരുന്നു ഗ്രേറ്റർ ജർമ്മനി എന്ന കൺസെപ്റ്റ്. രണ്ടാമത്തേത് ലിറ്റിൽ ജർമ്മനി, അതിൽ ഓസ്ട്രിയ ഇല്ലായിരുന്നു, പ്രഷ്യയും 39 സ്റ്റേറ്റും ചേർന്നതായിരുന്നു ലിറ്റിൽ ജർമ്മനി. അവർ രണ്ടാമത്തെ കൺസെപ്റ്റായ ലിറ്റിൽ ജർമ്മനി തിരഞ്ഞെടുത്തു. പക്ഷേ അവിടെ ഒരു തടസ്സമുണ്ടായിരുന്നു. ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആവണമെങ്കിൽ അതിനു മുമ്പ് അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആയിരിക്കണമെന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആവണമെങ്കിൽ അവർക്കൊരു രാജാവിനെ ആവശ്യമാണ്. അതിനായി അവർ പ്രഷ്യയുടെ രാജാവായ ഫ്രെഡറിക് വില്ലമിനെ സമീപിച്ചു. അദ്ദേഹത്തെ രാജാവാക്കാമോ എന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം ഇതിനെതിരായിരുന്നു. തനിക്ക് അതോറിറ്റി കിട്ടിയിരുന്നത് ദൈവത്തിൽ നിന്നുമാണ്, അതായത് ഡിവൈൻ അതോറിറ്റിയാണ് തൻ്റേതെന്നും ഒരു ഗവൺമെൻറ് അല്ല തനിക്ക് അതോറിറ്റി നൽകുന്നതെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഒരു യൂണിയൻ ഉണ്ടാക്കാനുള്ള ഡെമോക്രാറ്റിക് അറ്റംപ്റ്റ് അവിടെ ഫെയിലായി. പക്ഷേ ഇതിൻ്റെ ഒരു കാസ്കേഡൽ എഫക്റ്റ് എന്ന വണ്ണം പ്രഷ്യ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയായി മാറി. പ്രഷ്യയുടെ പുതിയ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയിലെ പ്രധാനമന്ത്രി, അതായത് PM എന്ന് പറയുന്നത് ഓട്ടോവൻ ബിസ്മാർക്ക് ആയിരുന്നു. 1862 അദ്ദേഹത്തിൻ്റെ ഫേമസ് സ്പീച്ചായിരുന്നു ബ്ലഡ് ആൻഡ് അയൺ സ്പീച്ച്. അതിൽ അദ്ദേഹം പറഞ്ഞത് ഒരു ഡെമോക്രാറ്റിക് അറ്റംപ്റ്റ് ഫോർ എ യൂണിയൻ ഫെയിലായി, അതുകൊണ്ട് ഇനി മിലിറ്ററി ടാക്ടിക്സ് ആണ് യൂണിയൻ ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ്. അതിനായി അദ്ദേഹം ഗ്രേറ്റ് പവേഴ്സായ ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ എന്നിവരെ തൻ്റെ സൈഡിലാക്കി, അതായത് പ്രഷ്യയുടെ സൈഡിലാക്കി. പോളിഷ് റവല്യൂഷനെതിരെ റഷ്യയുടെ സൈഡിൽ നിന്നും ഫ്രാൻസിന് വീക്കർ ഓസ്ട്രിയയാണ് വേണ്ടതെന്ന് അവരെ പറഞ്ഞ് ധരിപ്പിച്ചും ബ്രിട്ടനെ കൺവിൻസ് ചെയ്യിപ്പിച്ചും ഇവരെയെല്ലാം പ്രഷ്യയുടെ സൈഡിലാക്കി. 1866 പ്രഷ്യയും ഓസ്ട്രിയയും തമ്മിൽ വാറിലേർപ്പെട്ടു. ഓസ്ട്രിയൻ വാർ ഓഫ് 1866 അഥവാ ബാറ്റിൽ ഓഫ് സെഡോവ. ഗ്രേറ്റ് പവേഴ്സ് പ്രഷ്യയുടെ സൈഡിലായിരുന്നതുകൊണ്ട് അവർ ന്യൂട്രലായി നിന്നു ഈ വാറിൽ. ഓസ്ട്രിയ ജയിക്കുമെന്ന് എല്ലാവരും വിചാരിച്ചിരുന്നെങ്കിലും വിജയിച്ചത് പ്രഷ്യ ആയിരുന്നു. ആ വാറിൽ ജയിച്ചതോടെ ജർമ്മനി വാസ് യൂണിഫൈഡ് ആൻഡ് ദ ഓൺലി ഏരിയ ലെഫ്റ്റ് വാസ് അൽസേസ് ആൻഡ് ലൊറൈൻ. അൽസേസും ലൊറൈനും അന്ന് ഫ്രഞ്ചിൻ്റെ കീഴിലായിരുന്നു. ഇവൻച്വലി ഫ്രാങ്കോ പ്രഷ്യൻ വാർ ഓഫ് 1870 അതും ജർമ്മനിയുടെ ഭാഗമായി മാറി. സോ ഇങ്ങനെയാണ് ജർമ്മനി നമ്മൾ ഇന്ന് കാണുന്ന ജർമ്മനിയായി മാറിയത്.